നമസ്കാരം സുഹൃത്തുക്കളെ, കോളം മലയിൽ അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എൻ്റെ നിനക്കിഷ്ടമാണോ? ഇതേ കണ്ടില്ലേ, ഇതാണ് അഷ്ടമുടിക്കായൽ. ഇതേ അവിടെയായിട്ട് നമ്മളെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായ നിർവ്വാണ, പിന്നെ കുറേ ഫുഡ്സ് ഉണ്ടല്ലോ, പലതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതേണ്ട ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ്. നമ്മളങ്ങോട്ട് കയറുക കേട്ടോ. ഇതേണ്ട കണ്ടില്ലേ, നല്ല കിടിലൻ ആംബിയൻസ് ആണ്. അഷ്ടമുടി കായലിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത്. നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വന്ന് നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാം. നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, അടിപൊളി കാഴ്ചയാണ്. വലിയൊരു ഫിഷ് ടാങ്കൊക്കെ ഇരിക്കുന്നുണ്ടോ, കൊള്ളാം. കണ്ടില്ലേ, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ നിൽക്കുന്ന. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നമ്മളത് എവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അകത്ത് ഞാൻ ഇരിക്കുന്നില്ല, ഇവിടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ സ്പെഷ്യലായിട്ടുള്ള കരിമീൻ നിർവ്വാണം നമ്മളതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു സീ ഫുഡ് പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഐറ്റംസൊക്കെ നോക്കിക്കോ. ഇതേണ്ട ഞണ്ടുണ്ട്, മീൻ കറി അല്ലേ, കപ്പ താളിച്ചത്, കണവ റോസ്റ്റ്, കണവ അല്ലേ, നെത്തോലി പൊരിച്ചത്, പിന്നെ പ്രോൺസ് ഉണ്ട്. ഇത് തിരുത മീനിൻ്റെ എന്താ കണ്ട തിരുത. ഇത് കരിമീൻ പൊള്ളിച്ചല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെയുള്ള. അതേണ്ട നമ്മൾ ആദ്യം ഇവരുടെ കരിമീൻ നിർവ്വാണം ഇതൊന്നൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടെന്ന്. ഇതിലെ സാധനമാണ് കേട്ടോ, ഇപ്പോൾ കരിമീൻ നിർവ്വാണം. എന്താ എന്താ കിടിലൻ സാധനം. വേണ്ട ഇവരുടെ മീൻ കറി ഇച്ചിരി എടുത്ത് കൊടുക്കാം, അങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് കണവ് എടുത്ത് പോകാം കേട്ടോ. കണവയൊക്കെ നോക്കി എന്ത് രസമുണ്ട്, അടിപൊളി. ഇനി കണവ തന്നെ എടുക്കും. ഒരു പ്രോൺസും എടുക്കും. അയ്യോ തലയാണ് ഒരു വന്നിട്ട്. കണ്ടില്ലേ, ടൈഗർ പ്രോൺസ് ആണ്. ടൈഗർ പ്രോൺസ് ആണ്. ഓക്കെ, കഴിച്ചു നോക്കട്ടെ എന്തായാലും. കൊള്ളാം കേട്ടോ, സൂപ്പർ സാധനം. ഈ കണവയും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണവുണ്ട്. എന്താ നമുക്ക് വെറുതെ ഞണ്ട് എടുത്ത് പോകാം. കൊണ്ടുവരാനേ കണ്ടില്ലേ, നല്ല കുഞ്ഞുണ്ട്. എന്തായാലും കൊള്ളാം. അടിപൊളി മസാല കേട്ടോ, സൂപ്പർ മസാല. വേണ്ട നമ്മളിവരുടെ നൂൽ പൊറോട്ട കുറച്ച് മേടിച്ചിട്ട് ഇതും ഈ നിർവ്വാണയിലൊക്കെ കഴിച്ചു. പൊറോട്ടയും കരിമീൻ നിർവ്വാണം. കരിമീൻ തീർന്ന് ചാറി മുക്കി കഴിക്കുക.
നോക്കട്ടെ. ഇടുകല്ല കേട്ടോ. ഈ പൊറോട്ട കഴിച്ചപ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വേണ്ട, നമുക്കിനി ഇവരുടെ കരിമീൻ പൊള്ളിച്ചതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. തൊട്ടടുത്ത് തിരുത ഇരിപ്പുണ്ട് കേട്ടോ. നോക്കട്ടെ. ആഹാ, ഇതേ നോക്കിയേ. ചേടാ, വാഴയിലെ കൊണ്ട് ദൂരുന്നില്ലല്ലേ, കണ്ടില്ലേ? ഇച്ചിരി ഒന്ന് നോക്കട്ടെ, എൻ്റെ മസാലയൊക്കെ നോക്കേ. പൊളി കേട്ടോ. അതെ, നമ്മളെ ഫെറോസ് കുട്ടിപ്പാറ പറയുന്നതൊക്കെ കൊള്ളാം കേട്ടോ. അടിപൊളി. വേണ്ട, കുറച്ച് കപ്പയൊക്കെ എടുത്ത് കേട്ടോ. നമുക്ക് ഇവരുടെ ഇരുത ഫ്രൈ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ച് മീൻകറിയോട് ഒഴിക്കാം. ഇരുത എടുക്കാം. ആഹാ, വേണ്ട. ഫുഡ് ഐറ്റംസ് എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഇതേ കണ്ടില്ലേ, എല്ലാം ഏകദേശം ഈ ഒരു പരുവമായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റും അവിടുത്തെ ഫുഡൊക്കെ? അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഈ കായലിൻ്റെ മനോഹരമായ ഈ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.